ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ മത്തിയാണ് കേട്ടോ പൊരിക്കുന്നത്. വെറൈറ്റി രീതിയിലുള്ള ഒരു മത്തി പൊരിച്ചതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടിപൊളി മസാല ചേർത്തിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ മത്തിയാണ് ഉപയോഗിച്ചത്. നല്ല നെയ്മത്തിയാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ കണ്ടതിന് ശേഷം ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടാക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്കിത് 1 കിലോ മത്തി നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഉണ്ടപ്പൻ മത്തിയാണ് കേട്ടോ. വലിയ നെയ്യുള്ള മത്തി കേട്ടോ. പരുന്നലൊക്കെ ഉള്ള മത്തിയാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള നല്ല നെയ്ച്ചാളയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു വെറൈറ്റി രീതിയിൽ മസാല വരച്ചിട്ട് വറക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കിതേ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ കേട്ടോ. കുറച്ച് ചുവന്നുള്ളി, വേപ്പില, ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് തന്നെ ഒരു 10 വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഞാൻ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് പുളി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഒഴിക്കാം. അല്ലെങ്കിൽ ഒരു കഷ്ണം തക്കാളി ഇടുക കേട്ടോ. ഏറ്റവും നല്ലത് ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു അരമുറി ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. ജസ്റ്റ് അതൊന്ന് ചതച്ചെടുത്ത് വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരിക കേട്ടോ. നന്നായി വെണ്ണ പോലെ അരിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമുക്ക് ഒരു മസാല പോലെ കഴിക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചാളയിലേക്ക് നമ്മുടെ മസാല ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ മസാലയുടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല കൂട്ടിയിട്ട് നമുക്ക് ഈ മത്തി പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ മാറ്റി വെച്ച് ഒപ്പം തിരുമ്പി കൂട്ടുകയാണ് പതിവ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാകുമ്പോഴാണ് എനിക്ക് കൂടുതലും മസാല പിടിക്കുന്നത് തോന്നാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച പൊടിയാണ്. അതൊന്ന് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പ് അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് പാകത്തിന് അധികം ആവണ്ട, നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണ വിധത്തിൽ നന്നായിട്ട് ഓരോ മീൻ എടുത്തിട്ട് നന്നായി പരട്ടുക കേട്ടോ. പരട്ടിയിട്ട് നമ്മൾ ഈ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുന്ന പാകത്തിൽ കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഓരോ മീൻ എടുത്തിട്ട് ഉള്ളു ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ മസാലയൊക്കെ ഇല്ലേ അതൊക്കെ കുറച്ചിങ്ങനെ ബാലൻസായി നിൽക്കണമെങ്കിൽ കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇട്ടൊക്കെ ഇട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് പൊരിക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഓരോന്നും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാല കൂട്ടുമ്പോഴാട്ടെ എനിക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് പിടിക്കുന്ന പോലെ തോന്നുന്നു. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ നന്നായി മസാല എല്ലാ ഭാഗത്തേക്കും ഉള്ളിലേക്കാക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് മസാല പരട്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒരു 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് പൊരിച്ച് കഴിഞ്ഞാൽ സൂപ്പറാവും കേട്ടോ. നേരെ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ മസാല പരട്ടിയിട്ട് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് പിന്നെ പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഞാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ മത്തി പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ നെയ്മത്തിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ തന്നെ നമുക്ക് കുറേ വറക്കാൻ നെയ്യ് പുറത്തേക്ക് വരും. അപ്പോൾ കുറച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേപ്പില നമുക്ക് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മീനിട്ട് പൊരിക്കാം കേട്ടോ. ഇങ്ങനെ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഇതുപോലെ മസാല ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് പൊരിച്ച് നോക്കൂ കേട്ടോ. നമുക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഈ മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണാൻ പറ്റും കേട്ടോ. അതായത് ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ വറക്കുകയാണ് കേട്ടോ. ഞാനൊരു കുറച്ച് തന്നെ വറക്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ടിട്ട് ഞാൻ വറക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് അധികം നന്നായി മുരിക്കുന്നത് ഇവിടെ വലിയ താല്പര്യമില്ല. ഒരു മീഡിയമായിട്ട് മുരിച്ചെടുക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പൊരിച്ചിട്ട് കാണാം. ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മറച്ചിട്ടിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ അത് നല്ലൊരു മസാലയുടെ മണം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അതെ ഇതേപോലെ നമുക്കൊന്ന് മൊരിഞ്ഞെടുക്കാം കേട്ടോ. മൊരിഞ്ഞ് പറഞ്ഞാൽ നന്നായി അങ്ങോട്ട് വടി പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അതേ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഒട്ടിപ്പിടിക്കണ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല മത്തിയായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ മസാല ചേർത്തിട്ട് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദേ എല്ലാം പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട. ഈ മത്തി വറുത്തതുണ്ടെങ്കിൽ നമുക്ക് ചോറ് പിടിപിടാന്ന് തന്നെ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ മസാല ചേർത്തിട്ട് ഉണ്ടാക്കാറുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.